ഹമാസ് എന്നീ രണ്ട് സംഘടനകൾ. ഈ രണ്ട് സംഘടനകളുടെയും പേര് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും ഇസ്രയേൽ ഹമാസ് അപ്ഡേറ്റ് ആയിരിക്കും തരാൻ പോകുന്നത് എന്ന്. ഇല്ല, ഇത് റഷ്യ ഉക്രൈൻ അപ്ഡേറ്റ് ആണ്. ഈ ഹിസ്ബുള്ള ഹമാസ് അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാന്റെ ഒരു ഡിപ്ലോമേറ്റ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹിസ്ബുള്ള ഹമാസ് ഇവർ വിചാരിക്കുകയാണെങ്കിൽ ഉക്രൈന്റെ പക്കൽ നിന്നും കുറഞ്ഞ പണത്തിന് ആയുധങ്ങൾ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ വെറുതെ ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ ആയുധങ്ങൾ വാങ്ങാൻ പറ്റും. കാരണം ഉക്രൈനിൽ അത്രത്തോളം അഴിമതിയുണ്ട്. പല രാജ്യങ്ങളും വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നുവെന്ന്. എന്നാൽ ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ഉക്രൈൻ എങ്ങനെ അവരുടെ ബ്ലാക്ക് മാർക്കറ്റിൽ ആയുധങ്ങൾ വിൽക്കുന്നു എന്ന വിവരം. ഇറാനിൽ നിന്നുമുള്ള ഈ ഒരു വാർത്ത കുറച്ച് വൈബ്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സെലൻസ്കി തന്നെ ഇതിനു മുമ്പ് അഴിമതി നടക്കുന്നു എന്നും പറഞ്ഞ് ഉക്രൈനിലെ പ്രധാന നേതാക്കളെ അവരുടെ പദവിയിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്പ് യൂണിയന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ രാജ്യത്ത് നിരവധി അഴിമതി നടക്കുന്നുണ്ട്, അത് സോർട്ട് ഔട്ട് ചെയ്താൽ മാത്രമേ ഉക്രൈനെ യൂറോപ്പ് യൂണിയനിൽ അംഗമാക്കൂ എന്ന ഒരു കണ്ടീഷനൊക്കെയും ഇട്ടിരുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നോക്കുമ്പോഴും ഉക്രൈനിൽ അഴിമതി നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇത് ഇറാന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ ഒരു ഡിപ്ലോമേറ്റ് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു വൈബ്രേഷൻ ഉണ്ടാക്കില്ലേ? ശരി, അപ്പോൾ അമേരിക്ക ഇനി ഉക്രൈനെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. അവർ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കയിലെ ജോ ബൈഡൻ ആയിക്കോട്ടെ, ലോയിഡ് ഓസ്റ്റിൻ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും മാത്രമല്ല പ്രധാന നേതാക്കളെല്ലാം ഉക്രൈന് കൊടുക്കുന്ന സഹായങ്ങൾ ഇനിയും തുടരാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് ആദ്വിക റീജിയണിൽ റഷ്യയുടെ ആക്രമണം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് 2 ദിവസം മുമ്പ് ഉക്രൈന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ബെൽഗ്രോഡ് ഭാഗത്ത് റഷ്യ ഉക്രൈൻ ബോർഡറിൽ റഷ്യൻ റീജിയണിൽ ഒരു മിസൈൽ ടോച്ച്കയു എന്ന ഒരു മിസൈൽ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂരമായി വന്ന ആ മിസൈലിനെ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രതിരോധിച്ചു. അങ്ങനെ പ്രതിരോധിച്ചത് മാത്രമല്ല, റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് റഡാർ സ്റ്റേഷൻസ് ഞങ്ങൾ നശിപ്പിക്കുമെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തോ എന്ന് നോക്കിയാൽ അതെ, റഷ്യയുടെ Su-35 വിമാനം വെച്ച് ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട റഡാർ സ്റ്റേഷൻ ഞങ്ങൾ നശിപ്പിച്ചു എന്ന വിവരങ്ങളും റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഇനിയും ഞങ്ങളുടെ ആക്രമണം തുടരുമെന്ന അറിയിപ്പും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 8 ക്രൂയിസ് മിസൈൽ റഷ്യ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അടുത്തത് ആർട്ടിക് സോൺ. ഈ ആർട്ടിക് സോണിൽ റഷ്യ എതിരിടാൻ ആരുമില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ശക്തിയോടെയാണ് റഷ്യ അവിടെ നിലകൊള്ളുന്നത്. ഈ ആർട്ടിക് സോൺ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കണമെന്ന ഒരു ചെറിയ സ്വപ്നം പുടിൻ പറഞ്ഞു. അങ്ങനെ ആർട്ടിക് സോൺ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറ്റുമ്പോൾ അവിടെ ഒരു ഹെഡിന്റെ ആവശ്യം വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് പുടിൻ തന്നെ ആ സ്ഥാനത്ത് വരും. കഴിഞ്ഞ ദിവസം 3 സബ്മറൈൻസ് അവരുടെ സേനയിൽ ചേർക്കുന്ന ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇനിയും പ്രതീക്ഷിക്കാം എന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ അതെന്തായിരിക്കുമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ അതിന്റെ റിസൾട്ട് പുറത്തുവിട്ടു. ആർട്ടിക് റീജിയൻ ടൂറിസ്റ്റ് പ്ലേസ് ആക്കണമെന്ന് പുടിൻ പറഞ്ഞ അതേ സമയത്ത് തന്നെ 5 എയർപോർട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു എന്ന ഒരു അറിയിപ്പും 2025-നകം ഇത് പൂർത്തിയാക്കുമെന്ന അറിയിപ്പും റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. 5 എയർപോർട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആർട്ടിക് റീജിയണിൽ വെറും 5 എയർപോർട്ട് മാത്രമേ ഉള്ളോ എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ല. 47 സിവിൽ ഏവിയേഷൻ എയർഫീൽഡ്സ് കൂടാതെ 39 ലാൻഡിംഗ് സൈറ്റ്സ് ആർട്ടിക് സോണിലുണ്ട്. ഇവയെല്ലാം പൊടിതട്ടി 2-3 എയർപോർട്ട് പുതിയതായി നിർമ്മിച്ച് 5 എയർപോർട്ട് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ജോലികളിലും ഏർപ്പെടാൻ പോകുന്നു. 2024-നുള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കുമെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട്. റഷ്യ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആർട്ടിക് റീജിയണിൽ അവരുടെ കളി നീക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ശത്രുവിനെ വലിയ അളവിൽ തകർക്കണമെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് ഏത് ഫീൽഡിലാണ് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് എന്ന് നോക്കണം. നമ്മുടെ സ്ട്രോങ് ശത്രുവിന്റെ വീക്ക് ഫീൽഡ് ആയിരിക്കും. ആർട്ടിക് സോണിൽ സ്ട്രോങ് ആയിരിക്കുന്നത് റഷ്യയാണ്. അപ്പോൾ അവർ സ്ട്രോങ് ആയിരിക്കുന്ന ഫീൽഡിൽ നിന്നും ശത്രുവിനെതിരെ കളി നീക്കാമെന്ന് ചിലപ്പോൾ റഷ്യ വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ആർട്ടിക് സോണിലുള്ള ന്യൂസ് ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. വാർത്ത ഇതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. മറ്റൊന്നുമല്ല, $5 ബില്യൺ ഒരു എയർക്രാഫ്റ്റ് കാരിയർ റഷ്യ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊരു രാജ്യങ്ങൾക്കും ഈവൻ CIA, മൊസാഡ് പോലെയുള്ളവർക്ക് പോലും അറിയില്ല. അത്രയ്ക്കും രഹസ്യമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഏകദേശം $5.9 ബില്യൺ അളവിലുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ.
ഇത് പ്രോജക്ട് 23000 സ്റ്റോം എന്ന പ്രോജക്റ്റിന് കീഴിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് റഷ്യയുടെ നോർത്തേൺ ഫ്ലീറ്റിന് ഒരു വലിയ ശക്തിയായി മാറുമെന്ന ഒരു അറിയിപ്പും റഷ്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു എയർക്രാഫ്റ്റ് കരിയർ എങ്ങനെയുള്ളതാണ്, എങ്ങനെയുള്ള ആയുധങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയുള്ള ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം വെറും നിഗൂഢത മാത്രമാണ്. ഓക്കെ, ഇപ്പോ റഷ്യയുടെ Su-35 വെച്ച് ഉക്രൈന്റെ റഡാർ സ്റ്റേഷൻസ് എല്ലാം നശിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. റഷ്യയുടെ പാരാട്രൂപ്സ് ഇന്നലെ ഉക്രൈന്റെ പീരങ്കികൾ, സെൽഫ് പ്രൊപ്പൽഡ് ഗൺ ഇതെല്ലാം നശിപ്പിച്ചു. ഇതെല്ലാം ചെയ്തത് അവരുടെ ഡ്രോൺ ഉപയോഗിച്ചാണ്. ഇതിന്റെ വീഡിയോ ഫുട്ടേജ് റഷ്യയുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ട്വിറ്റർ പ്ലാറ്റ്ഫോമിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ടെലിഗ്രാം ഗ്രൂപ്പിലും, റഷ്യയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിലും ഇത് വൈറലായി ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ റഷ്യ മരണഭയം കാണിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയാം. അടുത്തത് തുർക്കി എന്ന് പറയുമ്പോൾ നാറ്റോ രാജ്യങ്ങൾക്കെതിരായും അതുപോലെ റഷ്യക്ക് അനുകൂലമായും ചില സന്ദർഭങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തുർക്കി ഒരു മധ്യസ്ഥനായാണ് നിൽക്കുന്നത് എങ്കിൽ കൂടി പല കാര്യങ്ങളിലും റഷ്യക്ക് അനുകൂലമായ പ്രവർത്തനങ്ങളിലാണ് തുർക്കി ഏർപ്പെടാറുള്ളത്. റീസെന്റ് ആയി വന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, നാറ്റോ രാജ്യങ്ങളിൽ നിന്നും തുർക്കി പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു സംസാരം വന്നു. അങ്ങനെ ഒരു സംസാരത്തിന് ഒരു എൻകാർഡ് കൊടുക്കണമെന്ന് തുർക്കി വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ ഇസ്രയേലിനെതിരായ അഭിപ്രായങ്ങൾ തുർക്കി പങ്കുവച്ചു. നാറ്റോ രാജ്യങ്ങൾ ഒരിക്കലും ഇസ്രയേലിനെതിരെ സംസാരിക്കാറില്ല. തുർക്കി ഇപ്പോൾ ഇസ്രയേലിനെതിരായ അഭിപ്രായങ്ങൾ പങ്കുവച്ചതുകൊണ്ട് ചിലപ്പോൾ നാറ്റോയിൽ നിന്നും തുർക്കി പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന സംസാരം വീണ്ടും ചൂടുപിടിച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയായി എർഡോഗാനിന്റെ പാർട്ടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം നാറ്റോയിൽ നിന്ന് പുറത്തു പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതേ നാറ്റോയിൽ സ്വീഡൻ അംഗമാകുന്നത് തുർക്കി എതിർത്തിരുന്നു. ഓക്കെ, റഷ്യയുടെ അസറ്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ അസറ്റ്സ് അൺഫ്രീസ് ചെയ്ത് ഉക്രൈന് കൊടുക്കണമെന്ന് യൂറോപ്പ് യൂണിയൻ, ഫ്രാൻസ്, UK പോലെയുള്ള രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ചെയ്താൽ അത് വലിയൊരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാക്കാമെന്ന് IMF പുറത്തുവിട്ടിരിക്കുന്നു. IMF ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടത് മാത്രമല്ല, അതിന്റെ പിന്നിലെ റിസ്ക് എന്താണെന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇത് വളരെ ഈസി ആയിരിക്കും. ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇതേപോലെ ഒരു സാഹചര്യം വന്നാൽ അത് വലിയൊരു ഹെഡേക്കായി മാറാം. സോ തൽക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്നൊരു അറിയിപ്പാണ് IMFന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. IMF പറഞ്ഞതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ചിലപ്പോൾ അത് പരിഗണിക്കാമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ഇതേ IMF $900 മില്യൺ ഉക്രൈന് സഹായമായി കൊടുക്കാൻ പോകുന്നു. ഇനിയും കുറച്ച് സഹായങ്ങൾ IMFന്റെ ഭാഗത്തു നിന്നും ഉക്രൈന് ലഭിക്കുമെന്ന ഒരു അറിയിപ്പും IMF പുറത്തുവിട്ടു. നാറ്റോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാറ്റോ ഇപ്പോൾ ഹാക്കിംഗ് അറ്റാക്ക് കൂടുതലായി ചെയ്യുന്നുണ്ട്. ഉക്രൈന് ആവശ്യമായ സമയത്ത് ചില വെപ്പൺസ് ഹാക്ക് ചെയ്ത് നാറ്റോ ആ ഡേറ്റ എടുത്ത് ഉക്രൈന് കൊടുത്ത് ഉക്രൈൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഹാക്കിംഗ് അറ്റാക്ക് തടയാൻ ഞങ്ങളുടെ പക്കലും സോഴ്സ് ഉണ്ട്. സോ സൂക്ഷിച്ചിരുന്നോളൂ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നാറ്റോയാണെന്ന വിവരവും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനെതിരെ ഞങ്ങളുടെ സൈബർ ഫോഴ്സും കളത്തിലിറങ്ങുമെന്ന വാർണിംഗും റഷ്യയുടെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഡൊണസ്ക് റീജിയണിൽ റഷ്യ 18 അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ 200 കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് റഷ്യയിൽ നിന്നുമുള്ള യുറേനിയം ഇമ്പോർട്ട്. ഈ യുറേനിയം ഇമ്പോർട്ട് ഇപ്പോൾ അധികമായിട്ടുണ്ട്. കോൺഗ്രസ് സഭയിൽ ഈ പ്രശ്നം വലിയ ചർച്ചാ വിഷയവുമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും യുറേനിയം റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യണം? റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന യുറേനിയത്തിന്റെ അളവ് കുറയ്ക്കാൻ പറ്റില്ലേ? അങ്ങനെ റഷ്യയുടെ പക്കൽ നിന്നും വാങ്ങുന്ന അളവ് കുറയ്ക്കുകയാണെങ്കിൽ മറ്റേത് രാജ്യം യുറേനിയം തരും? അതും ലോ എൻറിച്ച്മെന്റ് യുറേനിയം എന്നതാണ്. സോ ഇപ്പോൾ ലോ എൻറിച്ച്മെന്റ് യുറേനിയം അധികമായി അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് റഷ്യയാണ്. 90 ദിവസത്തെ കാലയളവ് അവരുടെ എനർജി ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ടുണ്ട്. സോ 90 ദിവസത്തേക്ക് റഷ്യയുടെ പക്കൽ നിന്നും യുറേനിയം ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം അത് തുടരണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. നോക്കാം ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.